വെൽക്കം ടു ലെജൻസ്. നമുക്ക് ചേർന്ന് നെക്സ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് ഐറ്റം വരുന്നത് എല്ലാവരും ഇഷ്ടപ്പെട്ട ഐറ്റം കേട്ടോ. പ്യുവർ ക്രേപ്പ് ആണ് ഫാബ്രിക്. നമ്മുടെ സാധാരണ ജോർജറ്റ് അല്ല കേട്ടോ, പ്യുവർ ക്രേപ്പ് ആണ്. അതുകൊണ്ട് റേറ്റ് കൂടിയ ഫാബ്രിക്കാണ്. എനിക്ക് തോന്നുന്നു ഇത് അറിയായിരിക്കും എല്ലാവർക്കും, എന്നാലും ഞാൻ ഒന്നിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം പ്യുവർ ക്രേപ്പിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ സാധാരണ ഇങ്ങനെ കിട്ടുമ്പോഴത്തേനും നോർമലി എല്ലാവരും തന്നെ ഈ ഒരു ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ജസ്റ്റ് സിമ്പിൾ ഒരു ചെറിയ കൈയെ കൊടുത്തിട്ട് അങ്ങനെ ടോപ്പ് തയ്ക്കാറുണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ തയ്ച്ചെടുക്കാം. കാരണം ഇതിന് ബ്ലാക്ക് ബോട്ടം തന്നെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ ആ മെറ്റീരിയൽ കൂടിയതായതുകൊണ്ടാണ് കേട്ടോ. ബോട്ടത്തിന് എടുക്കണ്ടല്ലോ, എന്നാൽ പിന്നെ ടോപ്പ് തന്നെ തയ്ക്കാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പ്യുവർ ക്രേപ്പാണ്. 3 മെറ്റീരിയലും കൊടുത്തേക്കുന്നത്. ബ്ലാക്ക് ആൻഡ് റെഡ് എന്ന് പറയുന്നത് ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് പ്ലെയിൻ ആയിട്ടില്ല, ബാറ്റിക് പ്രിൻറ്റിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഇതുപോലെ തന്നെ ഫുൾ ഹാൻഡ് വർക്കും ഉണ്ട് കേട്ടോ. ഈ ഒരു ത്രെഡിന് നല്ല ഹെവി ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നല്ല ലെങ്ത് ഉണ്ട്. ഇങ്ങനത്തെ മോഡൽ സാധാരണ ഈ ഡൈയിങ് ഈ ഒരു പ്യുവർ ക്രേപ്പ് ആയതിന് ഇതൊക്കെ കഴിയുമ്പോഴത്തേന് ശക്കല ഒന്ന് ചുരുങ്ങുന്ന ടൈപ്പ് പാറ്റേൺ. പക്ഷേ അതും കൂടെ ചേർത്തിട്ടാണ് ഇപ്പോഴത്തെ ഐറ്റംസ് ഒക്കെ വരുന്നത്. അതിനും കൂടെ ലെങ്ത് എക്സ്ട്രാ ഒരു 3.5 മീറ്ററൊക്കെ എടുത്തിട്ടാണ് അവർ ചെയ്തു വരുമ്പോൾ ഏകദേശം നമുക്ക് 2.5 മീറ്റർ തന്നെ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഈ ഐറ്റം എല്ലാം തന്നെ ഇപ്പോൾ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് ലെങ്ത്തിൻ്റെ കാര്യം എടുത്ത് ടെൻഷൻ അടിക്കണം കേട്ടോ. നേരത്തെ വന്നിരുന്നതിനൊക്കെ ലെങ്ത്ത് കുറവുണ്ടായിരുന്നു, ഇപ്പോൾ വരുന്നതിനെല്ലാം ലെങ്ത്തൊക്കെ അത്യാവശ്യമുണ്ട്. ഇത് കളർ കോമ്പിനേഷൻ ഇങ്ങനെ കേട്ടോ. ബാക്ക് സൈഡിൽ ചെറിയ ബാറ്റിക്കിൻ്റെ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഫസ്റ്റ് കോമ്പിനേഷൻ. എല്ലാം ബേസ് വന്നേക്കുന്ന ബ്ലാക്ക് തന്നെയാണ് കേട്ടോ. നമ്പർ AE203, റേറ്റ് 1990, 1990. രണ്ടാമത്തെ ഡിസൈൻ വരുന്ന ഇതാട്ടോ. അപ്പോൾ ഇതിലും ചെറിയ വ്യത്യാസമുണ്ട്. ആ ഒരു ഹാൻഡ് വർക്കുകൾക്ക് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. പക്ഷെ പെട്ടെന്ന് മനസ്സിലായി, പ്രിൻ്റ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ആ ത്രെഡിൻ്റെ തന്നെ കാത്താവക്കിൻ്റെ രീതിയിലും മറ്റേത് ആരി വർക്ക് പാറ്റേണിലുമാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ മാറി മറിഞ്ഞു കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ബോട്ടം. ഭയങ്കര നല്ല ഷെയ്ഡ് ഇത് കാണാനായിട്ട്. നമുക്ക് ഇതാണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ടോപ്പ് തന്നെ ആക്കി തയ്ച്ചാൽ ഭയങ്കര രസമായിരിക്കും. ഇങ്ങനത്തെ മോഡലൊക്കെ സ്ലീവ്ലെസ് ആയിട്ട് തയ്ച്ചിടുന്നവരുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. അല്ലാതെ തയ്ക്കാം, നമുക്ക് ചെറിയ ഷോർട്ട് സ്ലീവ്സ് ഒക്കെ കൊടുത്ത് ചെയ്യാനുള്ള എന്തായാലും കാണും. കുറച്ചൊക്കെ കാണും. എന്തായാലും മെറ്റീരിയൽ അത്യാവശ്യം വെച്ചിട്ട് തന്നെ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഇച്ചിരി കൈയൊക്കെ വെച്ചിട്ടാണ് തയ്ക്കാനുള്ളത് കിട്ടും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ പ്ലെയിൻ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2 ടോപ്പിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് പ്യുവർ ക്രേപ്പാണ്. പറ്റുന്നവർ ഡ്രൈ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഷാമ്പു വാഷ് ആണെങ്കിലും അത്ര കെയർഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അയൺ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ക്രേപ്പ് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നവരുണ്ട്, സ്ഥിരം ഇത് മാത്രം ഉപയോഗിക്കുന്നുണ്ട്. ഭയങ്കര കൂൾ ഫാബ്രിക്കാണ്. എപ്പോൾ ഇട്ടാലും നമുക്കങ്ങനെ ആ ഒരു കാണുമ്പോഴേ ഒരു ലുക്കുള്ള ഒരു ഐറ്റം കേട്ടോ. ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ്. ദുപ്പട്ട കണ്ടല്ലോ, ഇങ്ങനെ ഇടവിട്ട് മാത്രം ഈ ഒരു കളർ വരുന്ന രീതിയിലാണ് പോയിരിക്കുന്നത്. നമ്പർ AE204, റേറ്റ് 1990. ഷെയ്ഡ് ബ്ലാക്ക് ആൻഡ് ഒരു ഗ്രീൻ ആട്ടോ. അതായത് ബ്ലൂയിഷ് ഗ്രീൻ. ഒരുപാട് ബ്ലൂ അല്ല, ഒരുപാട് ഗ്രീനും അല്ല, രണ്ടേ ഇടയ്ക്ക് നിൽക്കുന്ന ഷെയ്ഡ്. സെയിം ബ്ലാക്കിലായതുകൊണ്ട് അടിപൊളി കേട്ടോ. എല്ലാ ഷെയ്ഡ്സും കാണാൻ നല്ല. ഞാനിപ്പോൾ കാണിച്ച പോലത്തെ ത്രെഡ് വർക്ക് ഇതിലും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ AE205, റേറ്റ് സെയിം ആണ്. അടുത്താണ് നമുക്ക് നാലാമത്തെ ഷെയ്ഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ആട്ടോ. ബ്ലാക്ക് ആൻഡ് യെല്ലോ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. ഇത് ഞാൻ ഫസ്റ്റ് കാണിച്ച ത്രെഡ് വർക്കിൻ്റെ പാറ്റേണിലാണ് പോയിരിക്കുന്നത്. എല്ലാം നല്ല കേട്ടോ. ബാക്കി പ്രിൻ്റ് എല്ലാം സെയിം. ഞാൻ പറഞ്ഞത് ഈ ത്രെഡിൻ്റെ മാത്രം ചെറിയ ചെറിയ വേരിയേഷൻസ്. പിന്നെ ബോട്ടമായിട്ട് കൊടുത്തേക്കുന്നത് പ്യുവർ ക്രേപ്പ് യെല്ലോ ഷെയ്ഡിലാണ് കേട്ടോ. അങ്ങനെ മങ്ങലൊന്നുമില്ല, നല്ല കളേഴ്സായാലും. നമ്പർ വരുന്നത് AE206, റേറ്റ് 1990.